Hi, welcome back. I'm Binoy James. Today we are going to start the chapter Circles. Chapter 2 Circles. Before we go into the chapter, let us learn some basic points related with the circles. First of all, definition of a circle. Circle is the set of all points which is at a fixed distance from a fixed point. ഇത് സർക്കിളിൻ്റെ ഡെഫിനിഷനാണ്. അതായത് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഫിക്സഡ് ഡിസ്റ്റൻസിൽ വരുന്ന എല്ലാ പോയിന്റ്സിൻ്റെയും സെറ്റിനാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിൾ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് വിച്ച് ഈസ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ഫിക്സഡ് പോയിന്റ്. ഈ ഫിക്സഡ് പോയിന്റ് എന്തായിരിക്കും? ദിസ് ഫിക്സഡ് പോയിന്റ് ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ എടുക്കുന്ന ഫിക്സഡ് ഡിസ്റ്റൻസ് അത് ആ സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും. ഓർ ഇൻ അതർ വേർഡ്സ്, ഹൗ ക്യാൻ യു ഡിഫൈൻ ദ റേഡിയസ്? റേഡിയസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. സർക്കിളിന്റെ സെന്ററും സർക്കിളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. Diameter is double the radius. Diameter is 2 into radius, or what is the radius? Radius is half into diameter. അടുത്ത പേജ് നമ്പർ 13 അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. തിയറം ഇതാണ്: if we join the ends of a diameter of a circle to a point on the circle, we get a right angle. അതായത് ഒരു സർക്കിളിലെ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സിനെ സർക്കിളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഹിയർ ദ എൻഡ്സ് ഓഫ് ദ ഡയമീറ്റർ ആർ എ ആൻഡ് ബി, ആൻഡ് പി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. ആൻഡ് ഇഫ് ഐ ജോയിൻ ദ എൻഡ്സ് ഓഫ് ദിസ് diameter to the point P, angle I get as angle APB. This theorem says that this angle APB is a right angle, means angle APB is 90 degree. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Angle in a semicircle is 90 degree. We know that diameter divides the circle into two equal parts. Each part is called a semicircle. ഇവിടെ angle APB is the angle in a semicircle. ഇവിടെ angle APB എന്ന് പറഞ്ഞാൽ ഒരു സെമിസർക്കിളിലെ ആംഗിൾ ആണ് അല്ലേ. അത് 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് ഇത് പറയുന്നത്. ഇത് രണ്ടും സെയിം തന്നെയാണ്, രണ്ട് രീതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. And if I draw the semicircle like this, angle formed on this semicircle also 90 degree. ഇവിടെയുള്ള പോയിന്റ് ഞാൻ ക്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ എ ക്യൂ ബിയും 90 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ദാറ്റ് ഓൾസോ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഉള്ളൂ. ഒരു ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇനി സപ്പോസ് if the ends of a diameter are joined to a point inside the circle, ഈ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് സർക്കിളിന് ഉള്ളിലുള്ള ഒരു പോയിന്റുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ആംഗിൾ അത് 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഹിയർ P is a point inside the circle, so angle APB is greater than 90 degree. Second point is this: if the ends of a diameter are joined to a point outside the circle, the angle obtained is less than 90 degree. അതായത് ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് സർക്കിളിന് പുറത്തുള്ള ഒരു പോയിന്റുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി കുറവായിരിക്കും. ഹിയർ ആംഗിൾ APB ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഇപ്പൊ 3 കേസാണ് നമ്മൾ കണ്ടത്. If the ends of the diameter are joined to a point on the circle, angle obtained is 90 degree. Second case, if the ends of the diameter are joined to a point inside the circle, angle obtained is greater than 90 degree. Third case, if the ends of the diameter are joined to a point outside the circle, angle obtained is less than 90 degree. അടുത്ത പേജ് നമ്പർ 42 ഫസ്റ്റ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: if we draw a circle with the bottom side of this triangle as diameter
You have to say whether the top corner lies inside the circle, on the circle, or outside the circle. We learned that if the ends of a diameter are joined to a point inside the circle, the angle obtained is greater than 90 degree. So if the angle obtained is greater than 90 degree, definitely the point lies inside the circle. So if we draw a circle with the bottom side as diameter, the top corner with the angle 110 degree lies inside the circle. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു if the ends of a diameter are joined to a point on the circle, the angle obtained is 90 degree. So if we draw a circle with the bottom side as diameter, the top corner with 90 degree lies on the circle. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു if the ends of a diameter are joined to a point outside the circle, the angle obtained is less than 90 degree. Here 70 degree is less than 90 degree. So the top corner with the angle 70 degree lies outside the circle. Second question ആണ്, for each diagonal of the quadrilateral shown, check whether the other two corners are inside, on or outside the circle with that diagonal as diameter. ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഞാൻ ആ ക്വാഡ്രിലാറ്ററിന് എ ബി സി ഡി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ഡയഗണൽസ് ആണുള്ളത്, ഡയഗണൽ എ സിയും ഡയഗണൽ ബി ഡിയും. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ രണ്ട് ഡയഗണൽസ് ഡയമീറ്റർ ആയിട്ട് എടുത്തൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന രണ്ട് വെർട്ടിസസ് സർക്കിളിലായിരിക്കുമോ സർക്കിളിന് ഉള്ളിലായിരിക്കുമോ അതോ സർക്കിളിന് പുറത്തായിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. Let A, B, C, D be the quadrilateral. Here only three angles are given, so we can get the fourth angle. We know that sum of the three angles in a quadrilateral is 360 degree. So the fourth angle, angle D, is 360 minus sum of these three angles, 105 plus 55 plus 110. 360 minus adding this 105 plus 55, 160 plus 110, 270. 360 minus 270 degree, 90 degree we get. So we got angle D as 90 degree. If I take AC as diameter and draw a circle, other two vertices, AC diameter ആയിട്ട് എടുത്തൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന രണ്ട് വെർട്ടിസസ് ഡിയും ബിയും ആണല്ലേ. അപ്പോൾ ആംഗിൾ ഡി 90 ഡിഗ്രി ആയതുകൊണ്ട് ഇറ്റ് ലൈസ് ഓൺ ദ സർക്കിൾ ആയിരിക്കും. നമുക്കറിയാം if the ends of a diameter are joined to a point on the circle, angle obtained is 90 degree. So if angle is 90 degree, that point lies on the circle. അതുപോലെ തന്നെ angle B is 55 degree. Angle B 55 degree ആണ്. 55 is less than 90 degree. So it lies outside the circle. നമ്മൾ പഠിച്ചിട്ടുണ്ട് if the ends of a diameter are joined to a point outside the circle, the angle obtained is less than 90 degree. So if the angle is less than 90 degree, the point lies outside the circle. BD diameter ആയിട്ട് എടുത്താണ് സർക്കിൾ വരയ്ക്കുന്നതെങ്കിൽ other two vertices are A and C. നമുക്കറിയാം ഇവിടെ എയും സിയും A 105 ഡിഗ്രി ആണ്, C 110 ഡിഗ്രി ആണ്. ഇത് രണ്ടും 90 ഡിഗ്രി കൂടുതലാണല്ലേ. അതുകൊണ്ട് both A and C lie inside the circle. നമ്മൾ പഠിച്ചിട്ടുണ്ട് if the ends of a diameter are joined to a point inside the circle, the angle obtained is greater than 90 degree. So if the angle is greater than 90 degree, the points lie inside the circle. So അടുത്ത third question ആണ്. Question is this: if circles are drawn with each side of a triangle of sides 5 cm, 12 cm and 13 cm as diameters, then with respect to each circle, where would be the third vertex? അതായത് 5 cm, 12 cm, 13 cm സൈഡുള്ള ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് എടുത്ത് സർക്കിൾസ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് എവിടെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വെദർ ഇറ്റ് ഈസ് ഓൺ ദ സർക്കിൾ,
or inside the circle or outside the circle. അപ്പോൾ 5 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ 13 സെൻറ്റിമീറ്റർ സൈഡ്സ് ഉള്ള ഒരു ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാൻ പറ്റുമോ? നമുക്കറിയാം ഇവിടെ 13 സ്ക്വയർ 169 ആണ് അല്ലേ. അതുപോലെ തന്നെ 5 സ്ക്വയർ 25, 12 സ്ക്വയർ 144. ഈ 5 സ്ക്വയറിൻ്റെയും 12 സ്ക്വയറിൻ്റെയും സമ്മാണ് 13 സ്ക്വയർ. അതായത് സ്ക്വയർ ഓഫ് വൺ സൈഡ് ഈ സം ഓഫ് ദ സ്ക്വയർ ഓഫ് അതർ ടു സൈഡ്സ്. അതായത് നമുക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്തായിരിക്കും? ഈ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ബിക്കോസ് ഓൺലി ഇൻ റൈറ്റ് ട്രയാങ്കിൾ സ്ക്വയർ ഓഫ് വൺ സൈഡ് ഈസ് സം ഓഫ് ദ സ്ക്വയർ ഓഫ് other two sides. Here the longest side is 13, so the angle opposite to 13 centimeter is right angle. ഞാൻ ഇവിടെ ട്രയാങ്കിൾ എ ബി സി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ബി ആയിരിക്കും ഇവിടെ റൈറ്റ് ആംഗിൾ. Since angle B is 90 degree, what about the other two angles? Other two angles will be, നമുക്കറിയാം ഈ മൂന്ന് ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ total sum 180. Since one angle is 90 degree, other two angles will be less than 90 degree. Total 180 ആണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കി രണ്ട് ആംഗിളിൻ്റെയും സമ്മ് 90 ആയിരിക്കണം അല്ലേ. രണ്ടിൻ്റെ സമ്മ് 90 ആണെങ്കിൽ ഓരോന്നും 90ൽ കുറവായിരിക്കും. ഇവിടെ ആംഗിൾ ബി 90 കിട്ടി, അതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ സിയും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. If we draw a circle with AC as diameter, AC diameter വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ തേർഡ് വെർട്ടെക്സ് B ആയിരിക്കും. Since B is 90 degree, the third vertex lies on the circle. അതുപോലെ തന്നെ if a circle is drawn with BC as diameter, BC diameter ആയിട്ട് എടുത്തൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ തേർഡ് വെർട്ടെക്സ് A ആയിരിക്കും. We got A is less than 90 degree. Since it is less than 90 degree, the third vertex A lies outside the circle. Similarly, if a circle is drawn with AB as diameter, AB diameter ആയിട്ട് എടുത്തൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ തേർഡ് വെർട്ടെക്സ് C ആയിരിക്കും അല്ലേ. സിയും 90 ഡിഗ്രി കുറവാന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ തേർഡ് വെർട്ടെക്സ് C also lies outside the circle. Fourth question ഇതാണ്. A circle is drawn with a line as diameter and a smaller circle is drawn with half the line as diameter. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. Any chord of the larger circle through the point where the circles meet is bisected by the smaller circle. അതായത് ഈ രണ്ട് സർക്കിളിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ കൂടി വരയ്ക്കുന്ന വലിയ സർക്കിളിന്റെ കോഡിനെ ഈ ചെറിയ സർക്കിൾ ബൈസെക്ട് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ലെറ്റ് എ ബി ബി ദ ഡയമീറ്റർ ഓഫ് ദ ലാർജർ സർക്കിൾ ആൻഡ് എ സി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സ്മോളർ സർക്കിൾ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഡയമീറ്റർ ഓഫ് ദ സ്മോളർ സർക്കിൾ ഈസ് ഹാഫ് ദ ഡയമീറ്റർ ഓഫ് ദ ലാർജർ സർക്കിൾ. AD is a chord drawn through the point of intersection of these two circles. AD വലിയ സർക്കിളിന്റെ കോഡാണ്. അത് ഈ രണ്ട് സർക്കിളിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ കൂടിയാണ് വരച്ചിരിക്കുന്നത്. ഇനി ലെറ്റ് AD meets the smaller circle at E. ഈ കോഡ് AD ഈ ചെറിയ സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഞാൻ E ആയിട്ട് എടുത്തിരിക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് chord AD is bisected by the smaller circle. We have to prove that length of AE and ED are equal. Then only we can say that the smaller circle bisects the chord AD. For proving this, I join EC and DC. EC and DC join ചെയ്യുന്നു. Join EC and DC. So here we get two triangles. For proving this, we just need to prove that these two triangles are equal triangles. I have drawn here separate diagram, triangle AEC and triangle DEC. So I can say in triangle AEC and DEC,
നമുക്കറിയാം ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? വാട്ട് ഇസ് ദ റീസൺ? ആംഗിൾ AEC ഈസ് 90 ഡിഗ്രി. ഈ ചെറിയ സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ AEC ends of a diameter are joined to a point on the circle. Angle obtained is right angle. അല്ലെങ്കിൽ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആംഗിൾ AEC 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ഇനി ഈ രണ്ട് ആംഗിളിന്റെ സം എന്തായിരിക്കും? ഈ ലെഫ്റ്റ് സൈഡിലെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് 90 ആയിരിക്കും അല്ലേ? ബിക്കോസ് ദേ ഫോം എ ലീനിയർ പെയർ. സോ ആംഗിൾ DEC ഓൾസോ 90 ഡിഗ്രി because they form linear pair. Sum of these two angles is 180 degree. Since this angle is 90 degree, this also will be 90 degree. Linear pair. So we got these two angles as 90 degree. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസ് റൈറ്റ് ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്കിവിടെ AC-യും CD-യും ഈക്വൽ ആയിരിക്കും എന്ന് കാണാൻ പറ്റും അല്ലേ? Why? Here AC is equal to CD. Why AC and CD are equal? See here, AC and CD are radii of the larger circle. ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് ആണല്ലേ AC-യും CD-യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെയിം സർക്കിളിന്റെ തന്നെ റേഡിയൈ എല്ലാം ഈക്വൽ ആയിരിക്കും. റേഡിയൈ ഓഫ് സെയിം സർക്കിൾ, ഒരേ സർക്കിളിന്റെ തന്നെ റേഡിയസ് ഈക്വൽ ആയിരിക്കും. റേഡിയൈ ഓഫ് സെയിം സർക്കിൾ. അതുപോലെ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ, ഇഫ് യു കൺസിഡർ ദീസ് ടു ട്രയാങ്കിൾ, ഹിയർ EC is the common side for both triangles. So we can say EC is equal to EC, common side. ഇപ്പൊ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ ആ റൈറ്റ് ട്രയാങ്കിൾസിന്റെ ഹൈപ്പോട്ടനസ് ഈക്വൽ ആയിരിക്കണം. ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ ആയാൽ മതി. RHS കണ്ടീഷൻ എന്ന് പറയും, റൈറ്റ് ഹൈപ്പോട്ടനസ് സൈഡ്. ഇവിടെ ഹൈപ്പോട്ടനസ് AC-യും ഹൈപ്പോട്ടനസ് DC-യും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ സൈഡ് EC-യും സൈഡ് EC-യും ഈക്വൽ ആണ്. അതായത് ഹൈപ്പോട്ടനസ് ആൻഡ് വൺ സൈഡ് ഓഫ് ദീസ് ടു റൈറ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. Therefore triangle AEC is equal to triangle DEC. രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ? And their two sides are equal. Two triangles are equal and their two sides are equal. So definitely their third sides are also equal. What is the third side here? Third side is AE and here third side is ED. So we are getting AE and ED as equal. What is E here? E is a point on the smaller circle. So we can say that the smaller circle bisects the chord AD. Therefore the smaller circle bisects the chord AD. ഇതന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Hope that you understood the problems. Contact me if you have any doubt. Okay, see you. Meet in next class. Bye.